നെല്ല് പുഴുങ്ങുന്ന യൂണിറ്റാണ്, പാർബോയിലിംഗ് യൂണിറ്റ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഇവിടെയാണ് നെല്ല് നമ്മൾ 2 തവണ പുഴുങ്ങുന്നത്. ഒന്ന് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇത് 12 മണിക്കൂർ പുഴുങ്ങിയതിന് ശേഷം ആവിയിൽ നമ്മൾ പുഴുങ്ങും. അതിന് ശേഷമാണ് നമ്മൾ ഡ്രയർ യൂണിറ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ഇത് 12 മണിക്കൂർ ഡ്രയറിന് ശേഷം നമ്മളിത് ഉള്ളിലേക്ക് മില്ലിംഗ് പ്രോസസ്സിന് വേണ്ടി മാറ്റും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പൂർണ്ണ മുതൽ മുടക്കിൽ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായ ആദ്യ റൈസ് മില്ലാണ് കൊടുമൺ നെല്ലേത്. പ്രതിദിനം 2 ടൺ നെല്ല് കുത്തി അരിയാക്കാനുള്ള സംവിധാനം. കൊടുമൺ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി അരി ഉൽപ്പാദനം തുടങ്ങി 6ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് റൈസ് മിൽ സ്ഥാപിതമായത്. കൊടുമണിലെ കർഷകരുടെ സംഘടനയായ കൊടുമൺ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയെ കൊണ്ട് ഇവിടെ അരിയുടെ ഉൽപ്പാദനവും അരിയിൽ നിന്നുള്ള വൈവിധ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും നടത്തിക്കുക എന്നുള്ളതാണ്. കമ്പനി നെല്ല് സംഭരിച്ചു തുടങ്ങിയപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കേവലം 25% വയലുകളിൽ മാത്രമാണ് കൃഷി ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 90% ഉയർന്നു. മേഖലയിലെ 140 കർഷകരാണ് കമ്പനിക്ക് കരുത്തായ പ്രവൃത്തികൾ ചെയ്യുന്നത്. വർഷത്തിൽ ഒരു പൂ കൃഷിയുള്ള മേഖലയിൽ നിന്നും സംഭരിച്ചതിൽ 82 ടൺ നെല്ല് നിലവിൽ സ്റ്റോക്കുണ്ട്. വൈകാതെ അരി ഉൽപാദനത്തിലേക്ക് കടക്കും. സ്വന്തം മില്ലിൽ നിന്നും വിപണിയിലേക്ക് എത്തുന്നത് കൊടുമൺ റൈസിന്റെ 19ാം ബാച്ചാകും. ഇപ്പോൾ 65 രൂപയ്ക്കാണ് 1 കിലോ കൊടുമൺ റൈസ് വിപണിയിൽ നൽകുന്നത്. ഉൽപാദന ചെലവിൽ വരുന്ന കുറവ് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി കഴിയും എന്ന തീർച്ചയായ വിശ്വാസമാണ് ഉള്ളത്. ഓയിൽ പാം കോർപ്പറേഷന്റെ വെച്ചൂർ മില്ലിലെത്തിച്ചാണ് മുൻപ് നെല്ല് കുത്തിയിരുന്നത്. കൊടുമണ്ണിൽ മില്ല് യാഥാർത്ഥ്യമായതോടെ കളത്തുകൂടിയിലടക്കമുണ്ടാകുന്ന കുറവിനി അരിവിലയിൽ അനുകൂലമായി പ്രതിഫലിക്കുമെന്ന് തന്നെ ചുരുക്കം. വർഷം മുഴുവൻ നെല്ല് പുഴുങ്ങി ഉണങ്ങി കുത്തി അരിയാക്കാനുള്ള സൗകര്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതിനാൽ തന്നെ ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ നെല്ലും കൊടുമൺ റൈസിനായി സംഭരിക്കാനാകുമോ എന്നതിൻ്റെ സാധ്യതകളാണ് പരിശോധിച്ചു വരുന്നത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.